യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവീൻ എന്ന് പറഞ്ഞു. അവർ സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. അനേക സന്ദർഭങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ, ആഴ്ചകളായി ചിന്തിക്കുന്നത് ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽക്കുക എന്നുള്ളതാണ്. പല പ്രിയപ്പെട്ടവരും ഉറങ്ങി. ഏലിയാവ് ഉറങ്ങി. ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോയി. ഇവിടെ ഇപ്പോൾ വായിച്ചതായിരിക്കുന്ന വേദഭാഗം അനേക ദൈവദാസന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കേൾക്കുവാൻ കഴിഞ്ഞ ദൈവത്തിന്റെ വചനമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിന്റെ അവസാനത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്റെ ശിഷ്യന്മാരായ 12 പേരോടും പറഞ്ഞു, നമ്മൾ കെദ്രോൻ തോട്ടിന് അരികിലുള്ളതായിരിക്കുന്ന ഒരു മലയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ അല്പസമയം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം വേർതിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് പോകണം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ട് യേശു അവിടേക്ക് കടന്നുപോയി. ആ സമയത്ത് 12 പേരിൽ ഒരുവനായിരിക്കുന്ന യൂദ അവരോടൊപ്പം ഇല്ല. രാജകൊട്ടാരത്തിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അങ്ങനെയുള്ളതായിരിക്കുന്ന ചില ആളുകള് ഒരുമിച്ച് കൂടിയിട്ട് അവർ അവരുടേതായിരിക്കുന്ന വിശ്വാസത്തിന്, അവരുടേതായിരിക്കുന്ന പ്രമാണങ്ങൾക്ക്, അവരുടേതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക്, അവരുടേതായിരിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വ്യത്യസ്തമായ ഉപദേശം കൊണ്ടുവരുന്നതായ യേശുവിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരു ചർച്ച കൊട്ടാരത്തിൽ നടക്കുകയാണ്. ആ സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, അവരുടെ കൂടെയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ കടന്നു വരും. അല്പം പണം കൊടുത്താൽ അവൻ എന്താണോ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ അവൻ ചെയ്യുവാൻ ഇടയാകും. യേശു ഇരിക്കുന്ന ഇടം കാണിച്ചു തരും, യേശുവിനെ കാണിച്ചു തരും. അതുകൊണ്ട് നമുക്ക് വേണ്ടതായിരിക്കുന്ന നിർദ്ദേശങ്ങളും വഴികളും ഒക്കെ പറഞ്ഞു തരുവാൻ ഇവന് കഴിയുമെന്ന് അവർ പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ നിന്നും യൂദാ കയറി വരികയാണ്. യൂദാ കയറി വന്നപ്പോൾ അവര് പറഞ്ഞു, ഇതാണ് നമ്മൾ പറഞ്ഞതായിരിക്കുന്ന വ്യക്തി, വഴി കാണിച്ചു തരുന്ന വ്യക്തി, നമ്മളെ വഴി ആളിനെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല, അല്പം പണം കൊടുത്താൽ മാത്രം മതി. ഒരു ഭാഗത്ത് ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ, കൂടിയാലോചനകൾ നടക്കുമ്പോൾ, ഗൂഢമായ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വിശ്വാസികളെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കുകയാണ്, നിങ്ങൾ ജോലി ചെയ്യുകയാണ്, പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ്, പുതിയ ബിസിനസ്സിന് സംരംഭം കൊടുക്കുകയാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യ കൊടുക്കുകയാണ്, നല്ല വീട് വെക്കുകയാണ്, നല്ല വീട് വാങ്ങാൻ പോവുകയാണ്, ഒരു വിദേശ യാത്ര നടത്താൻ പോവുകയാണ്, ഒരു ടൂർ പോവുകയാണ്, കുടുംബമായി സന്തോഷിക്കുകയാണ്, കുടുംബമായി ആരാധിക്കുകയാണ്. ആത്മീയമായിരിക്കുന്ന സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുന്ന വേളകളിൽ നമ്മൾ അറിയാതെ നമ്മളെ തകർക്കുന്ന ചില വ്യക്തികൾ, കൂടിയാലോചനകൾ ഉണ്ടെന്ന് ഓർക്കണം. നമ്മളത് അറിയുന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഗൗരവമായിരിക്കുന്ന ചർച്ചകൾ ചില സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെയുള്ള തന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള പ്രവൃത്തി കൊണ്ട് നമ്മുടെ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ട്. ബിസിനസ്സുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ യാത്രകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബജീവിതം പരാജയം കടന്നു വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ ഇതുപോലെയുള്ളതായിരിക്കുന്ന ചില വ്യക്തികളുടെ തീരുമാനം കൊണ്ടും സന്ദർഭം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും കൂടിയാലോചനയുടെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. നമുക്കത് മറക്കാൻ കഴിയുന്നതല്ല. എന്നെ കേൾക്കുന്നവരെ, ഇവിടെ യേശു പറയാണ്, നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ, ഞാൻ പോയി പ്രാർത്ഥിച്ചു മടങ്ങി വരാം. യേശു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു അമ്പേറും ദൂരത്ത് മാറിയിരുന്ന് യേശു ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. തന്റെ പിതാവിനോട് താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ കിടന്നുറങ്ങുന്നതായിട്ട് കാണുകയാണ്. 11 പേരും കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്നവനെ കാണുകയാണ്. ഉറങ്ങുന്നവനെ തട്ടിയാൽ എഴുന്നേൽക്കും, ഉറക്കം നടിക്കുന്നവന് എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല. ഇവിടെ ഇപ്പോൾ അവർ വളരെ ക്ഷീണിതരായി കിടക്കുന്നു, മാനസികമായിട്ട് ഭാരപ്പെട്ട് കിടക്കുന്നു, നിരാശപ്പെട്ട് കിടക്കുന്നു, സങ്കടത്തിൽ കിടക്കുന്നു. അവർ കിടക്കുന്ന കാഴ്ച കൊണ്ടുകൊണ്ട് യേശു അവിടെ കടന്നു വന്നവരെ ഉണർത്തി. നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. നമുക്കെതിരെ ചില പ്രതിയോഗികൾ എഴുന്നേൽക്കുന്നു, നമുക്കെതിരെ ചില കൂടിയാലോചനകൾ കാണുന്നു, നമുക്കെതിരെ ചില തന്ത്രങ്ങൾ കാണുന്നു, നമുക്കെതിരെ ചില പോരാട്ടങ്ങൾ കടന്നു വരുന്നു, നമുക്കെതിരെ ചില പ്രവൃത്തികൾ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവിന് സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലായി ഉണർന്ന് പ്രാർത്ഥിക്കണമേ. ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമേ. തളർച്ച മാറ്റണമേ, മന്ദതകൾ മാറ്റണമേ, ഉദാസീനതകൾ മാറ്റണമേ, അലസതകൾ മാറ്റണമേ. പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിലായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഭവനത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഏത് വിഷയങ്ങളും ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥനയ്ക്കൊരു വിടുതലുണ്ട് എന്ന് ഓർക്കണം. യേശുവരെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അതുകൊണ്ടാണ് സഭ ശ്രദ്ധയോടെ ഉണർന്ന് പ്രാർത്ഥിച്ചു. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാൻ കാരണം സഭയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥനയാണ്. ഈ നാളുകളിലായി നമുക്കും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ശ്രദ്ധയോടെ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു, ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അക്കാഴ്ച തളർന്നു പോകാത്തൊരു കാഴ്ച, വീണു പോകാത്ത, ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരുന്ന ഒരു വലിയ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുന്നതിന് മുൻപ് താൻ പതിവ് പോലെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തനിക്കെതിരെ കൂടിയാലോചന നടന്നു. തന്നെ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുവാൻ, തൻ്റെതായിരിക്കുന്ന പ്രൊമോഷൻ തകർത്ത് കളയുവാൻ, തൻ്റെതായിരിക്കുന്ന സാലറികൾ വെട്ടിക്കുറയ്ക്കുവാൻ, തൻ്റെതായിരിക്കുന്ന വസ്ത്രം, അതേ ശ്രേഷ്ഠമായ വസ്ത്രം ധരിക്കാതിരിക്കുവാൻ, ശ്രേഷ്ഠമായ ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ, ശ്രേഷ്ഠമായ വഴിയിലൂടെ നടക്കാതിരിക്കുവാൻ, ശ്രേഷ്ഠമായ വാഹനത്തിൽ കയറാതിരിക്കുവാൻ, എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന പദ്ധതികളും ഒരുക്കിയപ്പോഴും ദാനിയേൽ ഭയപ്പെട്ടില്ല. താൻ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. പതിവ് പോലെ താൻ പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിലായി നമുക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്കെതിരെ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, തളർന്നു പോകാതെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പേൻ. യേശു പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിപ്പേൻ. ഇതാ അവരുടെ കാലടികളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു, അവരുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. അവർ വാളും വടിയുമായി കയറുമായിട്ട് അവർ വരികയാണെന്ന് ഞാൻ കാണുന്നു. ഈ ദിവസങ്ങളിലായി നമുക്കെതിരെ പാർശ്വങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്കെതിരെ ആയുധങ്ങൾ എടുക്കുന്നു, നമുക്കെതിരെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്ക് പോരാടി ജയിക്കണം. പോരാട്ടത്തിലൂടെ നമുക്കത് വിജയം കണ്ടെത്തണം. അതുകൊണ്ടാണ് യഹോശഫാത്ത് ഈ സംഭവങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആ ഉപവാസത്തിന്റെ കാരണം ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കുവാൻ അവർ വന്നിരിക്കുകയാണ്. ഒരു വലിയ സൈന്യമാണ്. മറ്റാരുമല്ല, അമ്മോന്യരും മോവാബ്യരും മെയ്യൂന്യരും അടങ്ങുന്ന 3 കൂട്ടം ആളുകൾ അവരുടേതായിരിക്കുന്ന ശക്തികളുമായി, അവരുടെ ആയുധങ്ങളുമായിട്ട്, അവരുടെ അണികളുമായിട്ട് അവർ ഹസോൻ താമാറിൽ അത് പാർക്കുമ്പോൾ വലിയ ശക്തമായിട്ട് അവര് ആരവം മുഴക്കിയപ്പോൾ യഹോശഫാത്ത് യഹോവയുടെ സന്നിധിയിൽ വീണു.
യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവയുടെ കരഞ്ഞു. യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ യഹോവയുടെ ദൂതൻ പറഞ്ഞു, ഈ പടയിൽ പൊരുതണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. അത് എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുണ്ട്, നമുക്ക് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന ഒരുവനുണ്ട്. അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ പ്രവർത്തിക്കണമേ, നീ എഴുന്നേൽക്കണമേ, താമസിക്കരുത്. യഹോവേ, വേഗം വരണമേ, എന്നെ വിടിവിക്കുവാൻ, ശക്തീകരിക്കുവാൻ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവ്, ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്ത് കേരളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വടക്കേണ്ടിയിലായിരിക്കുന്നവരുണ്ട്, തമിഴ്നാടിൻ്റെ പ്രദേശത്ത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതേ ഗൾഫ് മേഖലകളിൽ, കർത്താവ്, അമേരിക്കൻ നാടുകളിലൊക്കെ അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അവരുടേതായിരിക്കുന്ന കർത്താവെ ജോലി, അവരുടേതായിരിക്കുന്ന കുടുംബം, അവരുടേതായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ, അതേ ബിസിനസ്സുകൾ, വിവിധമായ ആവശ്യങ്ങളുമായി കടന്നു പോകുന്നവരാണ്. പലപ്പോഴും കർത്താവെ അറിയാത്ത ശക്തികൾ രഹസ്യമായ ഗൂഢാലോചനകളും തന്ത്രങ്ങളും ഒരുക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ നേരിടുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ആഹ്വാനം ചെയ്യുന്നത് പോലെ ഓരോ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കക്കുമാറാകട്ടെ.